എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഔസേപ്പിൻ്റെ ഒസ്യത്ത് എന്ന് പറഞ്ഞ 2025 ഇറങ്ങിയ മലയാളം ഡ്രാമ സിനിമയാണ്. അപ്പോൾ ഈ പേര് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് സിനിമയാണല്ലോ, സിനിമ പേരാണല്ലോ. ഔസേപ്പിൻ്റെ ഒസ്യത്ത് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു വാക്കുപോലെ എനിക്ക് തോന്നി. ഒസ്യത്ത് എന്ന് പറഞ്ഞാൽ വില്ലെന്നാണ് അർത്ഥം. ഔസേപ്പിൻ്റെ വിൽ എന്നാണ് സിനിമയുടെ പേരിൻ്റെ അർത്ഥം. പ്രധാന വേഷങ്ങളിലെത്തുന്നത് വിജയരാഘവൻ, ഹേമന്ത് മേനോൻ, ദിലീഷ് പോത്തൻ, കലാഭവൻ ഷാജോൻ, കനി കുസൃതി, സറീൻ ഷിഹാബ്, ലെന ഒക്കെയാണ്. ഇതിനകത്ത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ശരത് ചന്ദ്രൻ ആർജയാണ്. സ്ക്രീൻ പ്ലേ ഫസൽ ഹസനാണ് എഴുതിയിരിക്കുന്നത്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എഡ്വേർഡ് ആൻ്റണിയാണ്. സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്. ഒരു ഡ്രാമ സിനിമയാണ്. എല്ലാവരുടെയും ടൈപ്പ് സിനിമയേ അല്ല, അത് വ്യക്തമായിട്ട് പറയണം. കാരണം ഈ ടൈപ്പ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ടൈപ്പ് സിനിമകൾ ഇഷ്ടപ്പെടത്തുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് പീപ്പിൾ ഇത് പ്രിഫർ ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം ഭയങ്കര സ്ലോ ആയിട്ടാണ് ഈ സിനിമ പോകുന്നത്. ഒരു മലയോര പ്രദേശത്ത് ഇങ്ങനെ കോട്ടയമോ ഇടുക്കിയോ അങ്ങനെയുള്ള ഭാഗത്ത് നടക്കുന്ന ഒരു സ്റ്റോറിയായിട്ട് കാണിക്കുന്നു. അവിടുത്തെ ഒരു ക്രിസ്ത്യൻ ഫാമിലി നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പം വിജയരാഘവനാണ് ഔസേപ്പ് എന്ന് പറഞ്ഞ കഥാപാത്രത്തെ പോർട്രേ ചെയ്യുന്നത്. നമുക്ക് തോന്നും വിജയരാഘവനാണ് മെയിൻ ലീഡെന്ന്. വിജയരാഘവനല്ല, വൺ ഓഫ് ദി മെയിൻ ലീഡ്സ് വിജയരാഘവനാണ്. ദിലീഷ് പോത്തനും കലാഭവൻ ഷാജോനുമാണ് സത്യം പറഞ്ഞ ഈ സിനിമയുടെ പ്രധാന കഥാപാത്രങ്ങൾ. അവർ രണ്ടുപേരും നല്ലോണം ചെയ്യുന്നുണ്ട്. ഈ വിജയരാഘവൻ്റെ മൂത്ത മകനായിട്ട് ദിലീഷ് പോത്തനും രണ്ടാമത്തെ മകനായിട്ട് കലാഭവൻ ഷാജോനും വരുന്നുണ്ട്. പിന്നെ ഇവരുടെ അനിയനായിട്ട് ഹേമന്ത് മേനോൻ്റെ ക്യാരക്ടർ വരുന്നുണ്ട്. ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്തെ പുരുഷന്മാരുടെ എല്ലാം ആക്ടിങ് ശരിക്കും നല്ലതായിരുന്നു. നല്ലതെന്ന് ഇൻ ദ സെൻസ് ബിലീവബിൾ ആയിട്ട്. ഇതിനകത്ത് ഓരോ പുരുഷന്മാരെ പോലെയുള്ള വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. വളരെയധികം റിലേറ്റബിൾ ആയിരുന്നു. പർട്ടിക്കുലർലി ദിലീഷ് പോത്തൻ്റെ കഥാപാത്രം ഇത്രയും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വെച്ച് തുടങ്ങുക, ഇത്രയും കഷ്ടപ്പാടിൽ പോലും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ഒരു ചേട്ടൻ. കലാഭവൻ ഷാജോൻ്റെ CI ജോർജ് എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു കട്ട പോലീസുകാരൻ്റെ സ്വഭാവമുള്ള ഒരാളായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഹേമന്ത് മേനോൻ്റെ ഒരു ഇത്തിരി റെസ്പോൺസിബിൾ ആണെങ്കിലും നന്മ ചെയ്യണമെന്ന ആഗ്രഹമുള്ളൊരു യങ് മാൻ ആയിട്ടുള്ളൊരു ക്യാരക്ടർ റോയ്, അത് വളരെ നല്ലതായിരുന്നു. പിന്നെ ദിലീഷ് പോത്തൻ്റെ ഭാര്യയായിട്ട് ലെന, ശരിക്കും ലെന അധികം നേരമില്ല, സ്ക്രീൻ ടൈം ഇല്ല, പക്ഷേ ലെനയുടെ ഒരു ഇമ്പാക്റ്റ് ഭയങ്കര നല്ലതായിരുന്നു. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ചേച്ചിമാരെയും ആൻറ്റിമാരെയും ഒക്കെ നമുക്കറിയാം, അവരുടെ ബിഹേവിയർ അങ്ങനെയാണ്. അത് നല്ലോണം പോർട്രേ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാ ആക്ട്രസസ്, ഇപ്പോൾ സറീൻ ഷിഹാബ് നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ കനി കുസൃതിയെ പറ്റി ഞാൻ ലാസ്റ്റ് പറയാം. എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു റോളാണ്. സോ സിനിമ വളരെ നല്ലതാണ്, റെക്കമെൻഡഡ് ആണ്. കുറച്ച് സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉള്ള സിനിമകൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ, അത്യാവശ്യം ത്രില്ലർ സ്റ്റൈലിലുള്ള ഡ്രാമ സിനിമകൾ ഇഷ്ടമാണെങ്കിൽ ഇത് കണ്ടു നോക്കണം. നല്ല സിനിമയാണ്. ആകെപ്പാടെ എനിക്കൊരു പ്രോബ്ലമായിട്ട് തോന്നിയത് സത്യം പറഞ്ഞാൽ എനിക്ക് ഹേമന്ത് മേനോൻ്റെ ആക്ടിങ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പുള്ളി മാത്രം എനിക്ക് കുറച്ചൊരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നി. ബാക്കി എല്ലാവരും കിഡിലൻ ആക്ടിങ് ആണ്. നൗ സ്പോയിലേഴ്സിലോട്ട് പോകാം. അതിന് മുമ്പ് ആസ് യൂഷ്വൽ താങ്ക് യു എവ്രി വൺ ഫോർ സപ്പോർട്ടിങ് ദ ചാനൽ. എനിക്ക് ഒത്തിരി എൻകറേജ്മെൻറ്റ് ഇപ്പോൾ കിട്ടുന്നുണ്ട്, നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അതിനൊക്കെ താങ്ക് യു. ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്, ഷെയർ അങ്ങനത്തെ എല്ലാ പരിപാടിയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ റിവ്യൂ. സ്പോയിലർ പാർട്ടിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ വിജയരാഘവൻ അച്ഛനാണ്. ഇത്തിരി കർക്കശക്കാരനായ അച്ഛനാണ്, പൈസയുള്ള കർക്കശക്കാരനായ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ മക്കൾ ദിലീഷ് പോത്തനും കലാഭവൻ ഷാജോനും രണ്ടും നല്ല ക്ലോസ് സഹോദരങ്ങളാണ്. അവരിൽ നിന്ന് ഏജ് ഡിഫറൻസ് ഉള്ള മൂന്നാമത്തെ സഹോദരനായിട്ടാണ് ഹേമന്ത് മേനോൻ്റെ ക്യാരക്ടർ വരുന്നത്. അപ്പം ഇവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ് പോകുന്നത്. പക്ഷേ യാദൃച്ഛികമായിട്ടൊരു സാഹചര്യത്തിൽ ഹേമന്ത് മേനോൻ മരണപ്പെടുകയാണ്. ആ മരണപ്പെട്ട ഹേമന്ത് മേനോൻ അനിയൻ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉത്തരവാദികളാവുന്നത് ജ്യേഷ്ഠന്മാരാണ്. അത് ഒരു ആക്സിഡൻറ്റ് പറ്റുന്നതാണ്. അപ്പോൾ അത് പക്ഷേ അച്ഛനെ അറിയിച്ചാൽ അവർക്ക് ഇപ്പോൾ ഉള്ളൊരു സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റാതെ പോകും. അപ്പം എന്ത് ചെയ്യണമെന്നുള്ളൊരു ഡിലമ്മ നല്ലോണം കാണിക്കുന്നുണ്ട്. അവരുടെ കുടുംബം എന്ന് വെച്ചാൽ ഈ ദിലീഷ് പോത്തൻ്റെയും കലാഭവൻ ഷാജോൻ്റെയും ഭാര്യയും മക്കളും ഒക്കെയുള്ള കുടുംബം രക്ഷിക്കാൻ വേണ്ടി അനിയൻ്റെ മരണം മറച്ചു വെക്കണോ, അതോ അനിയൻ മരിച്ചു എന്നുള്ളത് പുറത്ത് കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിയതാണെന്നുള്ളത് കാണിച്ച
ഇവരുടെ കുടുംബത്തിന് പ്രശ്നമാക്കി മാറ്റണോ എന്നുള്ളൊരു ഡിലമ നല്ല രീതിയിൽ ഇത് കാണിച്ചിട്ടുണ്ട്. അതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അതിനകത്ത് രണ്ട് ചേട്ടന്മാരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ദിലീഷ് പോത്തനൊരു സാധാരണക്കാരനാണ്, നല്ല മനുഷ്യനാണ്, പോസിറ്റീവ് ഔട്ട്ലുക്കുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം അത് ഹാൻഡിൽ ചെയ്യുന്നതോ അദ്ദേഹത്തിൻ്റെ നിലവിളിയും കരച്ചിലും അനിയൻ പോയതിൻ്റെ വിഷമവും ഒക്കെ കാണിക്കുന്നത് സൂപ്പർ സീൻസായിരുന്നു, കിഡിലൻ സീൻസായിരുന്നു. ആ കരയുന്ന സീനൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഇമ്പാക്റ്റ് ചെയ്യും. ഭാര്യയുടെ മുമ്പ് ബ്രേക്ക് ഡൗൺ ആവുന്ന സീൻ ശരിക്കും ഇമ്പാക്റ്റ് ചെയ്യും. ഒരിക്കലും ദേഷ്യപ്പെടാത്ത ഒരാൾ, ഈ വിഷമമെല്ലാം കൊണ്ട് ദേഷ്യപ്പെട്ട ഒരാളെ തല്ലുന്ന സീൻ ശരിക്കും ഇമ്പാക്റ്റ് ചെയ്യും. ദിലീഷ് പോത്തൻ ഈസ് ദ ഹീറോ ഇൻ ദിസ് മൂവി എന്ന് എനിക്ക് തോന്നി. കലാഭവൻ ഷാജോൺ ആ കർക്കശക്കാരനായ പോലീസ് ഓഫീസറായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ടൈപ്പ് റോളാണ്. പക്ഷേ ഈവൻ ദെൻ അതിനൊരു ന്യൂവാൻസ് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. കർക്കശക്കാരനും തൻ്റെ അടിയും ഒക്കെ ആണെങ്കിലും പുള്ളിയുടെ ഉള്ളിലും ഭയവും വിഷമവും ഒക്കെ ഉണ്ട് എന്നുള്ളത് നല്ലോണം കാണിച്ചിട്ടുണ്ട്. ഇതിലുണ്ടെങ്കിൽ ഇച്ചിരി നെഗറ്റീവ് ഷെയ്ഡുള്ള അദ്ദേഹത്തിനാണ്, പക്ഷെ അദ്ദേഹം നല്ല പോലെ പോർട്രേ ചെയ്തിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറായിരുന്നു. പിന്നെ വിജയരാഘവൻ സ്ക്രീൻ ടൈം കുറവാണ്, എനിക്കൊന്ന് ഫസ്റ്റ് ഹാഫ് വരെ ഉള്ളൂ. വിജയരാഘവൻ പക്ഷേ നല്ലോണം പോർട്രേ ചെയ്തിട്ടുണ്ട്. വി ഹാവ് സീൻ ഹിം ലൈക്ക് ദിസ് ബിഫോർ. പക്ഷേ ഈവൻ ഇഫ് യു സേ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു റോളെന്ന് പറഞ്ഞാലും ഈ റോള് വളരെ വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു നമുക്ക് എത്ര കണ്ടാലും മതിയാവാത്തൊരു നടനാണല്ലോ വിജയരാഘവൻ. നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹവും മക്കളും തമ്മിലുള്ള ബന്ധം ഇദ്ദേഹത്തിൻ്റെ വിജയരാഘവൻ്റെ മാത്രം ആക്ടിങ്ങിൽ കൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. പിന്നെ വരുന്ന കനി കുസൃതിയാണ്. ഈ മർഡർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വരുന്ന കനി കുസൃതി ഒരു പോലീസ് ഓഫീസറായിട്ടാണ് വരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും നല്ല പോർട്രയൽ ഓഫ് എ ഫീമെയിൽ പോലീസ് ഓഫീസറാണ് ഇതിനകത്ത് കനി കുസൃതി ചെയ്തിരിക്കുന്നത്. അത് ഡയറക്ടറിന് ക്രെഡിറ്റ്, റൈറ്ററിന് ക്രെഡിറ്റ്, ആക്ട്രസിനും ക്രെഡിറ്റ് കൊടുക്കണം. കാരണം പൊതുവേ ഉള്ള ഈ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, പർട്ടിക്കുലർലി സ്ത്രീകളെ കാണുമ്പോൾ അവർ തൻ്റെടികളാണെന്ന് കാണിക്കാൻ വേണ്ടി അവരുടെ പോസ്റ്ററിലൊക്കെ നെഞ്ചു വെച്ച് നിൽക്കുക, അല്ലെങ്കിൽ ഭയങ്കര ഉരുള കുപ്പേര് പോലെ മറുപടി പറയുന്നവർ, അല്ലെങ്കിൽ തൻ്റെടികൾ എന്ന രീതി കാണിക്കുമ്പം ഇതിനകത്ത് അങ്ങനെയല്ല കനി കുസൃതിയെ കാണിച്ചിരിക്കുന്നത്. അവർ സാഹചര്യത്തിനനുസരിച്ച് അവരുടെ ബിഹേവിയർ മാറ്റുന്നുണ്ട്. അവരുടെ സുപ്പീരിയർ ഓഫീസറിന് മുമ്പിൽ ഇരിക്കുമ്പോൾ അവർ വളരെ എളിമയോടെയും കുറച്ച് ഭയത്തോടും കൂടെ ആണ് ഇരിക്കുന്നത്. അതേസമയം അവർ സാധാരണ ആൾക്കാരോട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ വളരെ സാധാരണക്കാരിയെ പോലെയാണ് ഇൻറ്ററാക്ട് ചെയ്യുന്നത്. അവർ സീരിയസ് ആവേണ്ട സ്ഥലത്ത് സീരിയസ് ആകുന്നുമുണ്ട്, അതോറിറ്റേറ്റീവ് ആകുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു സ്പെക്ട്രം ഓഫ് ബിഹേവിയർ നല്ല പോലെ കനി കുസൃതിയുടെ ക്യാരക്ടർ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ ഇംപ്രസ്ഡ് ആയിരുന്നു. അത് കനി കുസൃതിയുടെ മാത്രം ക്രെഡിറ്റ് അല്ല, അത് റൈറ്ററിൻ്റെയും ഡയറക്ടറിൻ്റെയും കൂടെ ക്രെഡിറ്റ് ആണ്. പക്ഷേ ഒബ്വിയസ്ലി ഷീ ഈസ് ദ ആക്ട്രസ്, സോ ഷീ ഹാസ് ഡൺ എ ഗുഡ് ജോബ്. പിന്നെ പോലീസായിട്ട് വരുമ്പോൾ തന്നെ സാധാരണ ഒരു കുർത്തിയൊക്കെ ഇട്ട് ഒരു സാധാരണ പോലീസുകാരിയായിട്ട് കാണിച്ചിട്ടുണ്ട്. പോലീസുകാരിയാണെന്ന് തോന്നുന്നില്ല. ഒരു പർട്ടിക്കുലർ സീനിൽ ലെന കയറിയിട്ട് ആരാന്ന് ചോദിക്കുമ്പം ഒരാളെ കാണാൻ വന്നതെന്ന് പറയുമ്പോൾ ലെന ഇത്തിരി മോശമായിട്ടാണ് പെരുമാറുന്നത്. എന്നിട്ട് എവിടെ നിന്നാണ് ചോദിക്കുമ്പോഴാണ് പറയുന്നത് പോലീസിൽ നിന്നാണ്. അപ്പോഴാണ് ലെന ബിഹേവിയർ മാറ്റുന്നത്. അത് ശരിക്കും നമ്മളും അങ്ങനത്തെ ഒരു കഥാപാത്രത്തെ കണ്ടാൽ സാധാരണ ആൾക്കാർ അങ്ങനെ പെരുമാറാൻ സാധ്യതയുണ്ട്. അതാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് എൻഡിങ്ങിൽ ദിലീഷ് പോത്തനും കലാഭവൻ ഷാജോനും കൂടി ഇരുന്നിട്ട് അവരുടെ അമ്മയെപ്പറ്റി സംസാരിക്കുന്നൊരു സീനുണ്ട്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ നമ്മളോട് ഇത്ര ക്രൂരമായിട്ട് പെരുമാറത്തില്ലായിരുന്നു എന്ന് പറയുന്നതും, അമ്മ പോയി കഴിഞ്ഞപ്പം ഞാൻ അമ്മയുടെ സ്ഥാനം എടുത്തില്ല എന്ന് ദിലീഷ് പോത്തൻ പറയുന്നതും, ആ സീൻ ശരിക്കും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. അത് ഇവരൊക്കെ എന്ത് റേഞ്ചുള്ള നല്ല നടന്മാരാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. എനിക്കിതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം. കാരണം പണ്ട് കാലത്തുള്ള മലയാളത്തിലെ നടന്മാർ, പർട്ടിക്കുലർലി കോമഡി ആക്ടേഴ്സ്, ഇന്നസെൻ്റ് ആയാലും കലാഭവമണി ആയാലും രാജൻ പി ദേവ്, നരേന്ദ്രപ്രസാദ്, ഇവരുടെയൊക്കെ ഒരു ആബ്സെൻസ് ഇപ്പം നമുക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. സിനിമ കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ എന്നാലും നമുക്കിപ്പോഴും വളരെ നല്ല ആക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവായിരുന്നു ഈ ഒരു സിനിമ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് രണ്ട് മെയിൻ പ്രോബ്ലങ്ങൾ എനിക്ക് തോന്നി. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഹേമന്ത് മേനോൻ്റെ ആക്ടിങ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. രണ്ടാമത്തേത് ബി അജിത് കുമാറാണ് ഇതിൻ്റെ എഡിറ്റർ. സിനിമാറ്റോഗ്രഫി അടിപൊളിയാണ് സിനിമയുടെ, പക്ഷേ എഡിറ്റിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങൾ, പല സീനും പകുതിക്ക് വെച്ച് കട്ട് ചെയ്തതുപോലെ എനിക്ക് തോന്നി. അത് ഞാൻ കണ്ടത് പ്രിൻ്റ് ചീത്തയായിരുന്നു എന്തോ എനിക്കറിയത്തില്ല. ഭയങ്കര എഡിറ്റിങ്, ജാറിങ് ആയിട്ടുള്ള എഡിറ്റിങ്, വളരെ മോശം എഡിറ്റിങ്. അതെന്ത് പറ്റിയതാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതൊഴിച്ചാൽ ഈ സിനിമ വളരെ നല്ലതാണ്. ഹൈലി റെക്കമെൻഡഡ്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കണ്ടിരിക്കുക, ഇങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ. എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം.